Hi friends, welcome back to another video. നമ്മൾ ലാസ്റ്റ് വീഡിയോസിൽ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയറിൻ്റെ ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അവിടെ നമ്മൾ ഇല്ലുസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്. ഒരു ഇല്ലുസ്ട്രേഷൻ നമ്മൾ പി ഡി എഫിൽ ഇട്ടോ. പി ഡി എഫിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 1, ക്വസ്റ്റ്യൻ നമ്പർ 2, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 4 വിൽ ബി ഹോം വർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 3ൻ്റെ എക്സാക്ട് മിറർ ഇമേജ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഫിഗേഴ്സിൽ മാത്രമേ ചേഞ്ചസ് ഉള്ളൂ. നമ്മളതൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് വൈ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് എന്ത് ചെയ്യാം. ഇൻ ദിസ് വീഡിയോ വി ഗോയിങ് ടു ഡിസ്കസിങ് ഇലിസ്ട്രേഷൻ നമ്പർ 5. ഈ ഒരു ഇലിസ്ട്രേഷൻ നമ്പർ 5 ആണ് നമ്മൾ ഈ ഒരു ഡിസ്കഷനിലേക്ക് വരുന്നത്. ഇതിന് ശേഷം ഒരു ഇലിസ്ട്രേഷനും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. നമ്മൾ പൊതുവേ CMA കുട്ടികൾക്ക് ഞാൻ CA ഇന്റർന്നൊക്കെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അല്ലെങ്കിൽ CA ഫൗണ്ടേഷൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അങ്ങോട്ടേക്കാണ് കൊണ്ടുപോകാറ്. ഇത്തവണ ഞാൻ CA ഫൗണ്ടേഷൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, CA ഇന്ററിന്റെ സ്റ്റഡിയും വരും. വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഇലിസ്ട്രേഷൻ. ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, നേരെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ. ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാം. മാത്രമല്ല നമ്മൾ CMA കുട്ടികൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് എന്തായാലും നിർബന്ധമായിട്ടും ചെയ്യുകയും വേണം. ആ ഒരു ഇലിസ്ട്രേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ബിഫോർ ദാറ്റ് ആ ഒരു ഇലിസ്ട്രേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് അവിടെ നമുക്ക് എന്താ പറയുക, ബോണസ് ഇഷ്യൂ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിലുള്ള ഡിസ്കഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പാർട്ട്ലി പെയ്ഡ് പിന്നെ ഫുള്ളി പെയ്ഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ പാർട്ട്ലി പെയ്ഡ് പിന്നെ ഫുള്ളി പെയ്ഡ് ആയിട്ട് കൺവേർട്ട് തിയറട്ടിക്കൽ നോളജ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇലിസ്ട്രേഷൻ നമ്മൾ ചെയ്തിട്ടില്ല. അതിപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5 നമ്മൾ ചെയ്യും. ആസ് വെൽ നമുക്ക് ഞാൻ പറഞ്ഞു ആ ഒരു ഇലിസ്ട്രേഷൻ നമ്മൾ ചെയ്യും. പിന്നെ ആ ഒരു ഇലിസ്ട്രേഷനിൽ എന്താ പറയുക, റൈറ്റ് ഇഷ്യൂ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഫോർ ഫീച്ചർ റീഇഷ്യൂ ചെയ്യുന്നുണ്ട്, റീഇഷ്യൂ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽസ് ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അവിടെ വരുന്ന വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഡിവിഡൻഡ് കൊടുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്ന ഒരു ഇലിസ്ട്രേഷൻ ഒരു 10 മാർക്കിനും 12 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. ഇഷ്യൂ ഓഫ് ഷെയർ എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യുക, കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് വന്നു കാരണം ബിക്കോസ് ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് പോയിന്റ്സ് ആക്ച്വലി. ഞാൻ പറഞ്ഞല്ലോ, ഫോർ ഫീച്ചർ, റീഇഷ്യൂ, അതേപോലെ തന്നെ വരുന്ന പോയിന്റ്സുകൾ ഞാൻ പറഞ്ഞില്ലേ, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ, പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയറിനെ പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ആക്കുക, പിന്നെ ഡിവിഡൻഡ് ഇഷ്യൂ, അങ്ങനെ എല്ലാ പോയിന്റ്സുകളും അഡ്രസ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയ ഇലിസ്ട്രേഷൻ ആണ്. നമുക്ക് ആ ഒരു ഇലിസ്ട്രേഷനിലേക്ക് വരാം. ബിഫോർ ദാറ്റ് നമുക്ക് ഈ ഒരു ഇലിസ്ട്രേഷൻ പറയാം. അപ്പോൾ അത് പറയാനുള്ള കാരണം ഈ ഇലിസ്ട്രേഷന് ഈ നോളജ് ഗെയിൻ ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ആ ഇലിസ്ട്രേഷനിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ നമ്മൾ കുറേ വീഡിയോസ് നമ്മളുടെ എന്താണ് ഓൺലൈൻ കോഴ്സിലെ വീഡിയോസുകൾ അറിയാം. നമ്മൾ റിതംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഫുള്ള് പഠിച്ച ആളുകൾക്കാണ് ആ ഇലിസ്ട്രേഷൻ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുക. എനിവേ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് വരാം. ദർ ആഫ്റ്റർ വിൽ മൂവ് ഫർദർ. കംഫർട്ടബിൾ ആണല്ലോ? ഫൈൻ. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കാം. പാസ് ജേർണൽ എൻട്രീസ് ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. തന്നിരിക്കുന്ന 2 സിറ്റുവേഷൻസിൽ ജേർണൽ എൻട്രി എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എ ലിമിറ്റഡ് കമ്പനി വിത്ത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഓഫ് 5 lakh. ഇതാണ് അവരുടെ ക്യാപിറ്റൽ എമൗണ്ട്, 5 lakh. കൺസിസ്റ്റിംഗ് 50,000 ഷെയർസ് ഓഫ് ₹10 each. ഓക്കെ, 5 ലക്ഷം രൂപ വന്നിട്ടുള്ളത്. 50,000 ഷെയർ ഇൻറ്റു 10, 50,000 ഇൻറ്റു 10, 5 ലക്ഷം. കോൾഡ് അപ്പ് ക്യാപിറ്റൽ 7.5, 7.5 രൂപയാണ് ഇതുവരെ കോൾ ചെയ്തിട്ട് പേ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഫൈനൽ കോൾ നമ്മൾ കോൾ ചെയ്തിട്ടില്ല. എ ബോണസ് ഓഫ് 1,25,000 ഡിക്ലെയർഡ് ഔട്ട് ഓഫ് ജനറൽ റിസർവ്. അപ്പോൾ ഒരു ബോണസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. 1,25,000 ജനറൽ റിസർവ് എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്, അനൗൺസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടു ബി അപ്ലൈഡ് ബൈ മേക്കിംഗ് എക്സിസ്റ്റിംഗ് ഷെയർസ് ഫുള്ളി പെയ്ഡ്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പാർട്ടി ഷെയർഡ് ഷെയർസിനെ ജസ്റ്റ് ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ട് എന്ത് ചെയ്യാണ്, കൺവേർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുക. ഇതിൻ്റെ ജേർണൽ എൻട്രി ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് പാർട്ട്ലി പെയ്ഡ് പിന്നെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കുക എന്നുള്ളത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ബോണസ് ഡിക്ലെയർ ചെയ്യുക. നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ട പോയിന്റ് 50,000 ഇൻറ്റു 2.5 ആണ്. ദാറ്റ് ഈസ് ആക്ച്വലി 1,25,000. ഈ ഒരു ലിസ്ട്രേഷൻ്റെ പ്രത്യേകത, ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 1,25,000 ആണ്. അതർവൈസ് നമ്മൾ ഇങ്ങനെയാണ് കാണുക, 50,000 ഷെയർ ആണുള്ളത്, അതിന് 2.5 ആണെങ്കിൽ കോൾ ചെയ്യാനുള്ളത്, അങ്ങനെ 1,25,000 വില കിട്ടും. ഇങ്ങനെ ചെയ്യുക. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ അത് എടുക്കാൻ പറ്റും. നമ്മൾ ജേർണൽ എൻട്രി എഴുതുമ്പോൾ ആദ്യം എന്താണ് അനൗൺസ് ചെയ്യുന്ന എൻട്രി ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ കോള് വിളിക്കും, പൈസ വാങ്ങൂല, അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് നേരെ അത് പോയിട്ട് ചെയ്താലോ? നമുക്ക് നേരെ സൊല്യൂഷനിലേക്ക് പോവാം. സൊല്യൂഷൻ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 1, സോറി 5ൽ 1. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ബോണസ് ഡിക്ലെയർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഡ്യൂ ആവുന്ന ജേർണൽ എൻട്രി ചെയ്താൽ നമുക്ക് എഴുതി കൊടുക്കുക. ജനറൽ റിസർവ് കുറയാണ് ചെയ്യുക. ഓക്കെ, ഇറ്റ് ഈസ് ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റ് 1,25,000 ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്.
1,25,000. ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നരേഷൻ എഴുതണം, എന്തെങ്കിലുമൊക്കെ തള്ളി കൊടുക്കുക. ഓക്കെ, സോ എന്തായി, നമ്മളുടെ ബോണസ് ഡിക്ലെയർ ചെയ്തു. ഇനി ഇത് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യണം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഫൈനൽ കോൾ ചെയ്യണം. ഫൈനൽ കോൾ ചെയ്താലാണ് ക്യാപിറ്റലിലേക്ക് ആ ഫിഗർ വരിക. അതിന് വേണ്ടി നമ്മൾ ഫൈനൽ കോൾ ചെയ്യണം. സാധാരണ കോളിങ്ങിന് എൻട്രി നമ്മൾ പ്രീവിയസ് എന്താ പറയുക ഓൺലൈൻ ക്ലാസ്സസ് കണ്ട ആൾക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ ക്ലാസ്സസ് ഡയറക്റ്റ്ലി കേട്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം റിതം വെച്ചിട്ട് പറയാം. അപ്പോൾ കോൾ ചെയ്യുന്ന റിതം എന്ന് ആലോചിക്കാം, ഓർമ്മയില്ലേ? ഓക്കെ, ഷെയർ, വാട്ട് ഈസ് ദിസ്? ഓക്കെ, ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഷെയർ പറയും മക്കളെ, ക്യാപിറ്റൽ. മടിയാണ് ബേസിക്കലി. 1,25,000. ഇത് സാധാരണ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എന്താ ചെയ്തെന്ന് റിസീവ് ചെയ്യുമ്പോൾ ശരിക്കും ഇങ്ങനെയാണ് എൻട്രി ചെയ്തുക. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ പറയും മക്കളെ, ഫൈനൽ കോൾ. നമ്മൾ കോൾ ചെയ്തിട്ട് കാശ് ശരിക്കും കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയാണ് എൻട്രി ചെയ്തുക. അവിടെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇവിടെ നമുക്ക് കാശ് കിട്ടുന്നുണ്ടായില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുക, ഈ ബോണസ് എന്ത് ചെയ്യും, ഇവിടെ അപ്ലൈ ചെയ്യാണ് ചെയ്യുക. സോ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തുക, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇറ്റ്സ് വെരി സിമ്പിൾ ആക്ച്വലി. 5 മിനിറ്റിൽ പരിപാടി എടുക്കാൻ പറ്റും. കംഫർട്ടബിൾ ആണല്ലോ. സോ ദാറ്റ്സ് ഫിനിഷ്. ലെറ്റ്സ് മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 5, പോയിന്റ് നമ്പർ ബി. ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതിൽ പ്രത്യേകിച്ച് ഗെയിം ഒന്നുമില്ല. കോൺസെപ്ഷ്യലി ഓക്കെ ആയി കഴിഞ്ഞാൽ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞോളൂ. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഇല്ലുസ്ട്രേഷൻ സെഷൻസ് കുറച്ചുകൂടി ബോറിംഗ് ആയിട്ടാണ് വരുന്നത്. കാരണം കോൺസെപ്ഷ്യലി അത്രയും ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് പ്രീവിയസ് വീഡിയോസിൽ നിന്നും. ക്വസ്റ്റ്യനിലേക്ക് വരാം. എ ലിമിറ്റഡ് കമ്പനി ഹാവിംഗ് ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് 50 lakh, 50 ലക്ഷം, കൺസിസ്റ്റിംഗ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each. അപ്പോൾ എത്ര ഷെയർസ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം എങ്ങനെ, 5 ലക്ഷം ഷെയർസ് ഓഫ് റുപ്പീസ് പറയും മക്കളെ, 10 each, വിച്ച് ഇസ് ഈക്വൽ ടു 50 lakh. ഹാഡ് ജനറൽ റിസർവ് ഓഫ് 9 lakh. സോ അവരുടെ കയ്യിൽ ജനറൽ റിസർവിൽ ഒരു 9 ലക്ഷം രൂപയുടെ ബാലൻസ് ഉണ്ട്. ഇറ്റ് വാസ് റിസോൾവ് ടു ക്യാപിറ്റലൈസ് 5 lakh ഔട്ട് ഓഫ് ജനറൽ റിസർവ്. 5 ലക്ഷം രൂപ ജനറൽ റിസർവ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ, ഒരു ക്യാപിറ്റലൈസ് ചെയ്യാൻ പോകുന്നത്. ക്യാപിറ്റലൈസ് ചെയ്യാൻ വേ 2 എന്ന് പറഞ്ഞത്, ഇതിൽ ഇവർ ഉപയോഗിക്കുന്ന വേ എന്ന് പറഞ്ഞത് 50,000 ബോണസ് ഷെയർ ഇഷ്യത്തിനാണ്. ഓക്കെയാണ്, 50,000 10, 5 ലക്ഷം, കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഈ ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് 1 ഷെയർ ഫോർ എവറി 10 ഷെയർ. അതായത് 10 ഷെയറിൽ ആൾക്കാർക്ക് എന്ത് കിട്ടും, ഒരു ഷെയർ കിട്ടും. ഞാൻ പറഞ്ഞു ഇവിടെ 50 ലക്ഷമാണ് നമുക്ക് എന്ത് തന്നുള്ളത് പറയും മക്കളെ, ക്യാപിറ്റൽ ഫിഗർ തന്നുള്ളത്. ഒരു 0 കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും പറയും മക്കളെ, 5 ലക്ഷം ഷെയർസ് ആണ് ഉള്ളത്. 5 ലക്ഷം ഷെയർസ് ഓഫ് റുപ്പീസ് എത്ര പറയും മക്കളെ, 10 ആണ് ഈ പറഞ്ഞിട്ടുള്ള എന്ത്, 50 ലക്ഷം. ഇത് ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? അപ്പോൾ എത്ര നമ്പർ ഓഫ് ഷെയർ ഉള്ളത്, 5 ലക്ഷം ഷെയർ ആണുള്ളത്. ഇതിങ്ങനെ പറയാനുള്ള കാരണം നേരെ 50 ലക്ഷത്തിന്റെ മേലെ പോയിട്ട് ആരും എന്ത് ചെയ്യണ്ട. ക്ലിയർ അല്ലേ? ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബോണസ് ഷെയർ ഇസ് ഈക്വൽ ടു നമ്മളെങ്ങനെ കാണുക, 5 ലക്ഷം ഡിവൈഡഡ് ബൈ 10 ഷെയർ ഉള്ള ആൾക്ക് ഒരു ഷെയർ ഇസ് ഈക്വൽ ടു എത്ര ഷെയർ, 50,000 ബോണസ് ഷെയർ. ഇതൊക്കെ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, 50,000 ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ. നമ്മൾ ചെയ്യുന്നൊരു പാറ്റേൺ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇൻറ്റു 10 വിച്ച് ഇസ് ഈക്വൽ ടു എത്ര പൈസ വേണം, 5 ലക്ഷം രൂപ. അതും ഇവർ പറഞ്ഞിട്ടുണ്ട്, ഇവർ അപ്ലൈ ചെയ്യുന്നത് 5 ലക്ഷം രൂപയാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ ആക്ച്വലി. ഓക്കെ അല്ലേ? പാസ് ജേണൽ എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് ദ കമ്പനി ചെയ്താലോ? വേഗം പോവാം. കൂടുതൽ എന്താ പറയുക മക്കളെ, ഒരു വർത്തമാനത്തിൻ്റെ ആവശ്യമില്ല, നേരെ പോവുക ചെയ്യാം. സിമ്പിൾ പരിപാടി. നോക്കി നോക്കുക. ഫസ്റ്റ് വന്നിട്ട് നമുക്ക് എഴുതി കൊടുക്കാം, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റ് 5 lakh to bonus to shareholders account 5 lakh. അടുത്ത പോയിന്റ്, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 5 lakh. ലഡുവ യു വിൽ ഗെറ്റ് 4 mark. കംഫർട്ടബിൾ ആണല്ലോ. സോ ദാറ്റ്സ് ഹൗ നമ്മളുടെ പി ഡി എഫിലുള്ള എല്ലാ ഇല്ലുസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ ഫൗണ്ടേഷൻ സ്റ്റഡി മെറ്റീരിയൽ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 1 ചെയ്തു, പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 2 ചെയ്തു, ക്വസ്റ്റ്യൻ നമ്പർ 3 നമ്മൾ ചെയ്തു, ക്വസ്റ്റ്യൻ നമ്പർ 4 ക്വസ്റ്റ്യൻ നമ്പർ 3ൻ്റെ ഡിറ്റോ ക്വസ്റ്റ്യൻ അതിൻ്റെ ഹോംവർക്ക് ചെയ്തു, ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്തു. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ എത്ര ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞു നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ കൂടി ചെയ്യാനുണ്ട്. നമുക്ക് എന്ത് ചെയ്താൽ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. സോ ഐ ഹോപ്പ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ഉണ്ടാവും നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ പോയിന്റ്സുകളും ഡിസ്കഷൻസും അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ. ഇറ്റ്സ് വെരി ഈസി. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഗ്രോ ചെയ്യുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. നമുക്ക് അടുത്തൊരു ഫ്രീ വീഡിയോ സെഷൻസുമായിട്ട് കാണാം. ഓക്കെ, ബൈ.